ജന്മദിനം ആഘോഷിക്കുക എന്നത് സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമേ അല്ല. നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അവരുടെ ജന്മദിനം ആഘോഷിച്ചാലേ ആ സ്നേഹം പൂർണ്ണതയിലെത്തൂ എന്ന് നാം ആരെങ്കിലും വാദിക്കുന്നുണ്ടോ? നാം എത്ര ആളുകളെ സ്നേഹിക്കുന്നു? അപ്പോൾ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ കൾച്ചറല്ല. ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയും അത് കാണാൻ കഴിയില്ല. അത് മറ്റുള്ളവരിൽ നിന്ന് കടമെടുത്തതാണ്. അങ്ങനെ മറ്റുള്ളവരോട് തശബ്ബുഹാവാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? മൻ തശബ്ബഹ ബി ഖൗമിൻ ഫഹുവ മിൻഹും. മറ്റൊരു സമൂഹത്തെ അനുകരിക്കുന്നവർ അവരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്? അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദ ക്രൈസ്തവരുടെ പാരമ്പര്യത്തെ നിങ്ങൾ പിൻപറ്റരുത് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ. ഈ ജന്മദിനമാഘോഷം എന്നത് യഹൂദ ക്രൈസ്തവരുടെ പാരമ്പര്യമാണ്. ആദ്യകാലത്ത് അത് അവരുടെയും പാരമ്പര്യമായിരുന്നില്ല. മറിച്ച് ഈജിപ്തിലെ ഫറോവമാരാണ് ജന്മദിനമാഘോഷം എന്ന പരിപാടി തന്നെ ലോകത്ത് കൊണ്ടുവന്നത്. അത് ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട ആചാരമാണ് എന്ന് ക്രൈസ്തവ ഗ്രന്ഥങ്ങളിലും അതേപോലെ തന്നെ യഹൂദ ഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ അവരെക്കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യകാല യഹൂദരോ ആദ്യകാല ക്രൈസ്തവരോ ജന്മദിനം ആഘോഷിച്ചിരുന്നില്ല. ഒരാളുടെയും, പ്രവാചകന്മാരുടേത് എന്നല്ല, ഈസാ നബിയുടേത് എന്നല്ല, മറിച്ച് ഒരു മനുഷ്യൻ്റെ ജന്മദിനവും, മക്കളുടെയോ മാതാപിതാക്കളുടെയോ ആരുടെയും ജന്മദിനം യഹൂദരും ക്രൈസ്തവരും പോലും ആചരിച്ചിരുന്നില്ല. എന്തുകൊണ്ട്? അത് ബഹുദൈവാരാധകരുടെ സമ്പ്രദായമാണ് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ പിന്നീട് യഹൂദ ക്രൈസ്തവർ അവരുടെ പാത പിൻപറ്റിക്കൊണ്ടുപോയി. എന്നാൽ മുസ്ലിമീങ്ങൾ ഇന്ന് ആ യഹൂദ ക്രൈസ്തവരുടെ പാരമ്പര്യം പിൻപറ്റിക്കൊണ്ടും മറ്റുള്ളവരുടെ പാരമ്പര്യം പിൻപറ്റിക്കൊണ്ടും ജന്മദിനമാഘോഷം എന്നുള്ളത് പ്രവാചകൻ്റെ സ്നേഹവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഇസ്ലാമിൽ യാതൊരു നിലക്കും അടിസ്ഥാനമില്ലാത്ത ഒരു ബന്ധപ്പെടുത്തലാണത്. മറിച്ച് ഇസ്ലാമിലെ സ്നേഹപ്രകടനം എന്താണ്? അത് പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ 31 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബിയെ ജനങ്ങളോട് പറയുക, അല്ലെങ്കിൽ വിശ്വാസികളോട് പറയുക, നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇത്തിബാഅ് ചെയ്യൂ. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സ്നേഹിക്കും. ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കും. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് മാപ്പാക്കി തരും, പുറത്തു തരും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഫത്തബിഊനി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യൂ, ഇത്തിബാഅ് ചെയ്യൂ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ അല്ലേ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? സ്വഹാബത്തിനെ അല്ലേ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? സൂറത്തു നിസാഇൽ കാണാം, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. സന്മാർഗം വ്യക്തമായതിനു ശേഷവും ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന് എതിര് പ്രവർത്തിക്കുകയും വിശ്വാസികളുടേതല്ലാത്ത വഴികൾ സ്വീകരിക്കുകയും ചെയ്താൽ അവർ തിരിഞ്ഞിടത്തേക്ക് നാം അവരെ തിരിച്ചുവിടുമെന്നാണ്. അപ്പോൾ നബിയെ ഫോളോ ചെയ്യുകയാണ് വേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് വ്യക്തമായ മാർഗദർശനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലെവിടെയും ജന്മദിനാഘോഷം എന്ന ഒന്നില്ല.